ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. ഫസ്റ്റ് പാർട്ട് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അക്കൗണ്ടിൽ പോയി ചെക്ക് ചെയ്താൽ മതി. നമ്മൾ ടൂർ പോകാൻ സെറ്റ് ചെയ്യുന്നത് മൂന്നാറിലേക്കാണ് ഗൈസ്. നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. എൻജോയൊക്കെ കുടിച്ച് ഫുള്ള് വൈബ് അടിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഫുള്ള് ഡ്രൈവ് ചെയ്ത് മൂന്നാറിലെത്തിയിട്ട് തന്നെ സ്റ്റേ ചെയ്യാന്ന് വിചാരിച്ചു. ഒരു ഡ്രൈവിന് ശേഷം കുനാഫ ഹബ്ബ് കണ്ടു. പിന്നെ എനിക്ക് കുനാഫ കഴിക്കണമെന്ന് ഭയങ്കര പൂതിയായി. അങ്ങനെ അവിടെ നിർത്തി. എന്തായാലും നല്ല ഉറക്കത്തിൽ എണീച്ചിട്ടായിരുന്നു കുനാഫ കഴിച്ചത്. എന്തായാലും കഴിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് വിട്ടു. കഴിച്ചതേ ഓർമ്മയില്ലു. പിന്നെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ രാവിലെ ആയിട്ടുണ്ട് ഗൈസ്. ഉറക്കം വന്ന ടൈമിൽ ഏതോ ഒരു ടൂൾ ബോത്തിന്റെ സൈഡിലായിട്ട് വണ്ടി നിർത്തിയിട്ട് ഉറങ്ങിയെന്നാ പറഞ്ഞത്. സൈഡിലായിട്ട് ബാത്റൂം ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഫ്രഷ് ആയിട്ട് വീണ്ടും നമ്മൾ യാത്ര തുടർന്നു. ഏതായാലും മൂന്നാറിലെത്തിക്കഴിഞ്ഞാൽ സ്റ്റേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉറങ്ങിയിട്ടും ഉറങ്ങാതെയൊക്കെ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടുന്ന് ഒരുപാട് കിലോമീറ്റർ ഉണ്ട് മൂന്നാറിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഒരുപാട് ചായ കിട്ടാത്ത മൂകതയാണ് അബ്ദുന്റെ ഫേസിൽ കാണുന്നത്. എനിക്ക് പിന്നെ ചായയുടെ ക്രേസ് ഇല്ലാത്തതുകൊണ്ട് അതൊരു വിഷയമല്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഇതുകൊണ്ടായിരിക്കാം ട്രിപ്പ് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിളിൽ നിൽക്കുന്നത്. എനിക്കാണെങ്കിൽ ഇങ്ങനെ പോകുന്നത് തീരെ ഇഷ്ടമല്ല. ആണെങ്കിൽ ചായ കുടിച്ചാലും ആരോടും ഉണ്ടോ, അത് വീട്ടിലായാലും അങ്ങനെ തന്നെയാണ്. ഇതിനോട് ഞാൻ പറഞ്ഞു ഇത് വീടല്ല, ഏതായാലും നമുക്ക് ചായന്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിക്കാം. അതുകൊണ്ട് ട്രിപ്പ് ഒന്ന് ഓണാക്ക്. ചായ കിട്ടാതെ അബ്ദു ഓണാവില്ല എന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ ആ ദൗത്യം ഞാൻ തന്നെ ഏറ്റെടുത്തു. ചെറുതായിട്ട് ഓണാക്കി അബ്ദുവിനെ. എന്നാലും ചായ കുടിക്കാത്ത ഒരു വിഷമമുണ്ട്. ഇടയ്ക്ക് ചായ എന്നുള്ള നിലവിളിയും കേട്ട് പിന്നെ ട്രിപ്പ് ഒന്ന് ഓണായി വരുമ്പോഴത്തേക്ക് നമ്മുടെ മുമ്പിൽ ഒരു ഹോട്ടൽ കണ്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അവിടെ കയറി. നമ്മൾ ലോങ് ട്രിപ്പ് പോകുമ്പോൾ മാക്സിമം ഞങ്ങൾ വെജ് കഴിക്കാനാണ് ശ്രമിക്കാറ്. നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് കണ്ടത്. അതിന്റെ എൻട്രി ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു, ചെടികളാൽ അലങ്കരിച്ചിട്ട്. അതിന് പിന്നെ ചെടി എന്ന് പറഞ്ഞാൽ തീർന്ന് കുറച്ച് ടൈം അതൊക്കെ നോക്കി അവിടെ നിന്നു. പിന്നെ നേരെ ഹോട്ടലിലേക്ക് കയറി. വൈകിയതിന്റെ പരിഭവവും പിന്നെ ഉറക്കത്തിന്റെ ക്ഷീണവും മാറാൻ വേണ്ടിയിട്ട് നേരെ വാഷ്റൂമിൽ പോയി ഫ്രഷ് ആയി. ചിരി വേറൊന്നുമല്ല, ചായ കിട്ടാൻ പോകുന്നതിനുള്ള സന്തോഷമാണ് കാണുന്നത്. ഇതിന്റെ ഗീ റോസ്റ്റ് വന്നു. അങ്ങനെ അബ്ദു കഴിക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ അബ്ദുന്റെ ഇന്ന് കൈയിട്ട് വരുന്നത് എൻ്റെ ഒരു സ്വഭാവമാണ്. അതെന്തായാലും ഞാൻ എടുത്ത് കഴിക്കും. ഇത് അന്നത്തെ അവിടുത്തെ സ്പെഷ്യലാണ്. പക്ഷെ എനിക്കിതൊരു മസാല ദോശയായിട്ടാണ് തോന്നിയത്. ഇതിൽ വെറും വയറ്റിൽ മസാല ദോശ കഴിക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ലേനു. പിന്നെ ഓർഡർ ചെയ്തും പോയി കഴിക്കാതെ വേറെ നിവൃത്തിയുമില്ല. ഒരു വട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം അത് അടിച്ചു മാറ്റി. ഈ പേര് കണ്ടിട്ട് ഞാൻ ഓർഡർ ചെയ്താന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത് മസാല ദോശയാണെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ പെട്ടുപോയി തന്നെ പറയാം. മസാല ദോശ ഇഷ്ടമാണ്, പക്ഷെ ഈ കാലി വയറിൽ കഴിക്കുന്നതിനോട് ഇൻട്രസ്റ്റ് ഇല്ല. അതാണ് എനിക്ക് ഇറങ്ങായിനി. നല്ല അടിപൊളി ചായയൊക്കെ പാസ്സാക്കി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഫുഡ് കഴിച്ചാലും മധുരം കഴിക്കുന്ന ഒരു ക്രേവിങ്സ് ഉണ്ട് എനിക്ക്. അപ്പം ഇത് കുറച്ച് മിഠായി വാങ്ങി നമ്മൾ നേരെ കാറിലേക്ക് വിട്ടു. പിന്നെ അബ്ദു പറഞ്ഞു ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, ഇനി നീ ഡ്രൈവ് ചെയ്യുന്നു. അങ്ങനെ മൂന്നാറ് ലക്ഷ്യമാക്കി ഞാൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. ഇതിന്റെ ബാക്കി വീഡിയോ പാർട്ട് 3 ആയിട്ട് ഇടാം. അപ്പോൾ ഇതേപോലുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടണേ.